കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ധൂർത്ത് തുടർന്ന് സംസ്ഥാന സർക്കാർ കാസർഗോഡ് ജില്ലയിലെ കയ്യൂർ രക്തസാക്ഷി സ്മാരക മന്ദിരത്തിന്റെ പുനരുദ്ധാരണത്തിന് ഭരണാനുമതി 5 കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചിരിക്കുന്നത്. കയ്യൂർ രക്തസാക്ഷി സാംസ്കാരിക മന്ദിരം എന്ന പേരിൽ സാംസ്കാരിക വകുപ്പിനാണ് ചുമതല നൽകിയിരിക്കുന്നതും. ദിസ്ന സുരേഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ദിസ്ന, ഈ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണ്. പക്ഷേ കേരളം ഏറ്റവും കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഈ ഒരു അവസരത്തിൽ അത് സാധാരണക്കാരെ നേരിട്ടുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും അനു സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അനുഭവപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇടതുപക്ഷ ചരിത്രകാരന്മാരുടെ രക്തസാക്ഷിത്വ മണ്ഡപത്തിന് വേണ്ടി അല്ലെങ്കിൽ അതിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി കോടികൾ ചിലവഴിച്ച് സംസ്ഥാന സർക്കാർ ഭരണാനുമതി നൽകിയിരിക്കുന്നു. അതും സാംസ്കാരിക വകുപ്പിന് കീഴിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് വന്നത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. വെറും നിസ്സാരമായ തുകയല്ല, 5 കോടി രൂപയാണ് ഇതിനായി അനുമതിക്കായി, അതായത് കയ്യൂർ രക്തസാക്ഷിത്വ മണ്ഡപത്തിന്റെ പുനരുദ്ധാരണത്തിനായി 5 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ബജറ്റിൽ എസ്റ്റിമേറ്റും പ്ലാനും ഒക്കെ തന്നെയും നൽകിയിരുന്നു. തുടർന്ന് ഇതിന് ഭരണാനുമതി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് 5 കോടി രൂപ ഇതിനായി വകയിരുത്തി എന്നതാണ്. സാംസ്കാരിക വകുപ്പിന് കീഴിലാണ് ഇത്തരത്തിലുള്ള ഒരു ഭരണാനുമതി നൽകിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ അടക്കം പറയുന്നത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക വെല്ലുവിളി നേരിടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പെൻഷൻ അടക്കം തന്നെ ആയിരക്കണക്കിന് ആളുകളുടെ പെൻഷൻ അടക്കം തന്നെ മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം, അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ അടക്കം പെൻഷൻ അടക്കം മുടങ്ങിക്കിടക്കുന്ന സാഹചര്യം. അപ്പോൾ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താതെ ഇടതുപക്ഷ സർക്കാരിന്റെ അല്ലെങ്കിൽ അവർ ഭരിക്കുന്ന സർക്കാരിന്റെ രക്തസാക്ഷിത്വ ചരിത്ര സ്മാരകങ്ങളെ പുനരുദ്ധരിപ്പിക്കുകയും അവ ഭദ്രമായി സൂക്ഷിക്കുകയും ചെയ്യുവാനുള്ള നടപടികൾ സ്വീകരിക്കുവാൻ ബജറ്റിൽ തുക വകയിരുത്തിയിരിക്കുകയാണ്. ഇതിനൊക്കെ തന്നെയും കോടികൾ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ ഉണ്ട് എന്നതാണ് ഈ ഉത്തരവിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. എന്തായാലും ഉടൻ ഈ പുനരുദ്ധാരണത്തിന് തുക പാസാക്കിയിരിക്കുന്നു എന്നൊരു വസ്തുതയാണ് നമുക്ക് വ്യക്തമായിരിക്കുന്നത്. അതും 5 കോടി രൂപയാണ്. ഇതിൽ 5 കോടി രൂപയാണ് തുകയായി വിലയിരുത്തിയിരിക്കുന്നത്. അതും സാംസ്കാരിക വകുപ്പിന്റെ കീഴിലാണ് ഭരണാനുമതി നൽകിയിരിക്കുന്നത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് മുന്നോട്ട് പോകുന്നത്. പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഈ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടിയാണ് ക്ഷേമ പെൻഷനുകൾ അടക്കം വിതരണം ചെയ്യുവാൻ സംസ്ഥാന സർക്കാർ തുടങ്ങിയത്. കയ്യൂർ സമരത്തിന് ഈ ഖജനാവിൽ നിന്ന് കാശ് ഇറക്കി ഒരു സ്മാരകം ഉണ്ടാക്കിയതിന്റെ പ്രസക്തി വരെ അദ്ദേഹം ചോദ്യം ചെയ്യുകയുണ്ടായി. കാസർഗോഡ് ജില്ലയിലെ കയ്യൂർ രക്തസാക്ഷി സ്മാരക മന്ദിരത്തിന്റെ പുനരുദ്ധാരണത്തിന് ഭരണാനുമതി എന്ന വാർത്തയായിരുന്നു അത്. 5 കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചിരിക്കുന്നത്. കയ്യൂർ രക്തസാക്ഷി സാംസ്കാരിക മന്ദിരം എന്ന പേരിൽ സാംസ്കാരിക വകുപ്പിനാണ് ചുമതല നൽകിയിരിക്കുന്നത്. ദിസ്ന തുടരുകയാണ്. ദിസ്ന, ഇപ്പോൾ കണ്ട തത്സമയ സംപ്രേഷണത്തിന് മുമ്പായി നമ്മളോടൊപ്പം ഈ വാർത്തയ്ക്ക് മറുപടിയായി ശ്രീ സന്ദീപ് വാര്യർ പ്രതികരിക്കേണ്ടത് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് പ്രസക്തമാണ്. കാരണം കയ്യൂർ സമരം എന്നത് വെറും ഒരു സമരമാണെന്നും സ്വാതന്ത്ര്യ പോരാട്ടത്തിനോട് ബന്ധമില്ല എന്നുമുള്ള ഒരു വാദം ഒരു വശത്ത് ശക്തമായിരിക്കുകയാണ്. ഖജനാവിൽ നിന്നും ഈ ഒരു സമയത്ത്, അതായത് ഈ സംസ്ഥാനത്തിൻ്റെ പഞ്ഞ സമയത്ത് ഇങ്ങനെ ഖജനാവ് ചോർത്തി ഇതിനായി 5 കോടി അനുവദിച്ചിരിക്കുന്നത്. തീർച്ചയായും അനു സൂചിപ്പിച്ചതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് സമര ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ള കയ്യൂർ സമര സ്മാരകത്തിനാണ് ഇടതുപക്ഷ സർക്കാരിന്റെ സഹായം ഉണ്ടായിട്ടുള്ളത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോൾ സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പെൻഷൻ അടക്കമുള്ള തുകകൾ മുടങ്ങിയിട്ട് മാസങ്ങളോളമായി. ഇതിനൊന്നും പരിഹാരം കാണാതെ ഇത്തരത്തിൽ ഇടതുപക്ഷ ചരിത്രകാരന്മാരുടെ രക്തസാക്ഷി മണ്ഡപത്തിന്, അതും സ്വന്തം ഇടതുപക്ഷ സർക്കാർ തന്നെ അത്തരത്തിൽ 5 കോടി രൂപ അനുവദിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇതിന് ഭരണാനുമതി നൽകിയിരിക്കുന്നു. അതും സാംസ്കാരിക വകുപ്പിന് കീഴിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഇത്തരത്തിൽ ഭരണാനുമതി നൽകിയിട്ടുള്ളത്. കയ്യൂർ സമരത്തിന്റെ 80ാം ആഘോഷവുമായി ബന്ധപ്പെട്ട് 2022-23 ബജറ്റിലായിരുന്നു തുക വകയിരുത്തിയിരുന്നത്. കയ്യൂർ രക്തസാക്ഷി സ്മാരക മന്ദിരം പുനരുദ്ധാരണം എന്ന പേരിൽ സാംസ്കാരിക വകുപ്പിനാണ് ചുമതല നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് CPM സമരചരിത്രവും സ്മാരക മന്ദിരവും സാംസ്കാരിക വകുപ്പിന് കീഴിൽ ഉൾപ്പെടുത്തിയതിനെതിരെയും പ്രതിഷേധം ശക്തമാവുന്ന
ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും സംസ്ഥാനത്ത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അനുഭവപ്പെടും എന്ന് പറയുമ്പോഴും ഇടതുപക്ഷ സർക്കാർ അവരുടെ സാംസ്കാരിക ചരിത്ര സ്മാരകങ്ങൾ എന്ന് സ്വയമേവ വിശേഷിപ്പിച്ച് കയ്യൂർ രക്തസാക്ഷി മണ്ഡപത്തെ ഒക്കെ തന്നെയും പുനരുദ്ധാരണത്തിനായി 5 കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ വലിയൊരു പ്രതിഷേധമാണ് ഇപ്പോൾ നിലവിൽ ഉയർന്നു വരുന്നത്. അനു.